ഹായ്, ഞങ്ങൾക്കുണ്ടല്ലോ ഇന്ന് ഒരുപാട് സന്തോഷമാണ്. അപ്പു ഇവിടെ ഇല്ലായിരുന്നേ 2 ദിവസമായിട്ട്. ഞാൻ പറഞ്ഞില്ലേ, അപ്പുവിന്റെ സഹോദര തുല്യനായ കൂട്ടുകാരന്റെ കൂടെ പോയേക്കുമായിരുന്നു. മറയൂരും മൂലമറ്റവും ഒക്കെ ആയിട്ട്. അങ്ങനെയൊക്കെ പോയിട്ട് വരുമ്പോഴല്ലോ കുറേ സാധനങ്ങളുണ്ട്. നമുക്കത് കാണുമ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷമല്ലേ. നമ്മുടെ വീട്ടിൽ നിന്ന് പോകുന്നയാള് നമ്മളെ കരുതി നമ്മുടെ വീട്ടിലോട്ട് കുറേ സാധനങ്ങളൊക്കെ കൊണ്ടുവരുമ്പോൾ ഭയങ്കര എനിക്കാണേലും അങ്ങനത്തെ ഭയങ്കര സന്തോഷമുള്ള ഒരാളാണ് ഞാൻ എളുപ്പമെന്നുണ്ടല്ലോ വരുമ്പോഴേ ഈ പൊതിയെല്ലാം അഴിച്ചഴിച്ച് നോക്കും. അപ്പൊ ഇന്ന് ഈ പൊതികളെല്ലാം കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോൾ എന്നോട് പറയുവാണേ, എടി അതിൻ്റെ അകത്തൊരു സാധനമുണ്ട്, ഞാൻ പേര് മറന്നുപോയി, പക്ഷെ നമ്മുടെയൊക്കെ നാട്ടിൽ ഇവിടെയൊക്കെ ഉള്ളതാ, പക്ഷെ അതിന് അത്രയും വലിപ്പമൊന്നും ഇല്ലെന്ന് പറഞ്ഞു. അപ്പൊ നീ അതൊന്ന് അഴിച്ചു നോക്കിക്കേന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് എല്ലാവർക്കും കൂടെ ഒന്നിച്ചഴിച്ചു നോക്കാം എന്ത് സാധനമാണ്. പുള്ളിന്റെ പേര് മറന്നുപോയെന്നാ പറഞ്ഞത്. ഇതിന്റെ മേളിൽ തന്നെ ഇരിപ്പുണ്ടെന്നാ പറഞ്ഞത്. ഇതേണ്ട പച്ചക്കറികളാണ് ഇത് മുഴുവനും. പിന്നെ അതുപോലെ തന്നെ ആ പുള്ളിയുടെ മൂലമറ്റത്തെ പറമ്പിലെ കപ്പളങ്ങയായത്. ഇതിന്റെ വലിപ്പം കണ്ടോ? ഇതുകൊണ്ടോ ഞങ്ങളുടെയൊക്കെ നാട്ടിലോട്ട് ഇടുക്കിയിലൊക്കെ ഇത് ഇത്രച്ചയും വലിപ്പമുള്ള കൊടംപുളിയാ ഉണ്ടാകുന്നത്. ഒരു ചെറിയ ഒരു തേങ്ങ പൊതിച്ച മുഴുപ്പിൽ. പിന്നെ ദാണ്ടെ കൊച്ചിന് ഇതുപോലെ 3 കവറുണ്ടല്ലോ കാടമുട്ട മേടിച്ചു കൊടുത്തു വിട്ടേക്കുന്നേ. പിന്നെ ഈ പൊതി ഇനി നമുക്ക് കഴിക്കാവേ. എന്നെ പോണക്ക് തന്നെ എന്താണെന്നറിയാൻ നിങ്ങൾക്കും ആഗ്രഹമില്ലേ? പേരറിയാത്ത ഈ സാധനം. ഇതേ റംബൂട്ടാനാ. ഇതാണ് ആ മനുഷ്യൻ പേര് മറന്നുപോയെന്ന് പറഞ്ഞത്. നമുക്കൊരെണ്ണം എടുക്കാവേ. എനിക്കിത് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ്. ഇതാണ്ട് ഇതിന് ഭയങ്കര മധുരം ദശക്കെട്ടിയൊക്കെ ഉണ്ടെന്നാ പുള്ളി പറഞ്ഞത് എന്നോട്. നോക്കട്ടെ. സൂപ്പർ മധുരവാ. ഇതുകൊണ്ടോ ഇതിന്റെ കാമ്പ് എന്നാ കനമാന്ന്. ഇതിൻ്റെ അകത്ത് കുരുവൊക്കെ ഒരു ലേശമേ ഉള്ളൂ. ഞാൻ നിങ്ങളുടെയൊക്കെ പ്രത്യേകിച്ച് ഒരു കാര്യം പറയാം. അപ്പുവിന്റെ ഈ കൂട്ടുകാരനെ ഞാൻ ഇന്ന് വരെ കണ്ടിട്ടില്ല. കാണാനെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിലും അവരും എന്നെ കണ്ടിട്ടില്ല, ഞാനും കണ്ടിട്ടില്ല. പുള്ളീനെ എപ്പോഴും ഇത് ഞങ്ങളുടെ ഈ വഴിയിൽ കൊണ്ടുപോയി വിടും. ഞാനും എൻ്റെ കൊച്ചും ഒന്നും കണ്ടിട്ടില്ല. കണ്ടിട്ടില്ലാത്ത ആ മനുഷ്യനോട് എനിക്ക് ഒരുപാട് ഇഷ്ടവും സ്നേഹവും ഒക്കെ ഉണ്ട് കേട്ടോ. ഇത് മേടിച്ചു കൊടുത്തു വിട്ടതിന് മാത്രമല്ല, ഇതെനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളതാ ഫ്രൂട്ട്സ് ഐറ്റംസിൽ. അപ്പം ഇതെല്ലാം ഞങ്ങളെ കരുതി മേടിച്ചു കൊടുത്തു വിട്ട ഈ സഹോദര തുല്യന് ഒരുപാട് ആയുസ്സും ആരോഗ്യം തരട്ടെ. ഞങ്ങളുടെ എല്ലാവരുടെയും ഒരുപാട് സ്നേഹം കേട്ടോ. ഈ മഴക്കാലത്ത് ആരൊക്കെ റംബൂട്ടാൻ കഴിച്ചിട്ടുണ്ടെന്നും കമന്റ് ബോക്സിൽ വന്ന് കമന്റ് ചെയ്യാൻ മറക്കല്ലോ കേട്ടോ. അപ്പൊ ടാറ്റാ ബൈ ബൈ. ഓക്കേ.